പട്ടാപ്പകൽ വെറുമൊരു കരിക്കത്തി മാത്രം കാണിച്ച് ബാങ്കിൽ നിന്ന് പണം കവരുക. തൊട്ടടുത്ത ദിവസം ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ കുടുംബസംഗമം നടത്തുക. ഒടുവിൽ പോലീസ് പിടിയിലാകുമ്പോൾ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ മാധവൻകുട്ടിയെന്ന് ഹിറ്റ്ലർ സിനിമയിലെ MG സോമന്റെ കഥാപാത്രം പറയുന്നത് പോലെ മാനേജർ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ ഞാൻ കവർച്ച നടത്തില്ലായിരുന്നുവെന്ന് ഡയലോഗ് അടിക്കുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞയാഴ്ച ചാലക്കുടി പോട്ടയിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ നടന്ന കവർച്ചയെ പറ്റിയും അത് നടത്തിയ റിജോ ആന്റണിയെ പറ്റിയുമാണ്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. നഗരത്തിൽ ഫെഡറൽ ബാങ്കിന്റെ വേറെയും 2 ശാഖകൾ ഉള്ളതിനാൽ പോട്ട ബ്രാഞ്ചിൽ അധികം തിരക്കുണ്ടാവാറില്ല. ഉച്ചയ്ക്ക് 2 മുതൽ 2:30 വരെയാണ് ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയം. ഈ സമയത്ത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി പിൻവശത്തെ ഒരു മുറിയിലേക്ക് പോകും. അപ്പോൾ ആകെ പിയൂൺ മാത്രമായിരിക്കും ബാങ്കിൽ ഉണ്ടാവുക. അതുമാത്രമല്ല, ബാങ്കിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പോട്ട പള്ളിയിൽ 2-ാം വെള്ളിയാഴ്ചയും 3-ാം വെള്ളിയാഴ്ചയും കുർബാനയും ഉണ്ടാവില്ല. അതുകൊണ്ട് റോഡിലും തിരക്ക് കുറവായിരിക്കും. കവർച്ച നടത്താൻ ഏറ്റവും പറ്റിയ സമയം ആ 2 വെള്ളിയാഴ്ചകളിൽ ഒന്നായിരിക്കുമെന്ന് റിജോ മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി കാലാവധി കഴിഞ്ഞൊരു ATM കാർഡുമായി റിജോ ബാങ്കിലെത്തി. പണം പിൻവലിക്കാനാകുന്നില്ലെന്ന പരാതിയുമായാണ് റിജോ വന്നത്. ഈ സമയം കൊണ്ട് ബാങ്കിന്റെ ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ച റിജോ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി. 2025 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച. മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ 2:15 റിജോ ബാങ്കിലെത്തി. ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങളും ഗ്ലൗസും ഹെൽമെറ്റും ധരിച്ചാണ് അയാൾ വന്നത്. ഉച്ചഭക്ഷണ സമയമാണ്. ആ സമയം ബാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കൂടി കരിക്കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കാനായി ഉപയോഗിക്കുന്ന പിൻവശത്തെ മുറിയിലെത്തിച്ചു. എന്നിട്ട് ഒരു കസേരയെടുത്ത് ആ മുറിയുടെ വാതിലിന് കുറുകെ വെച്ച് അത് തുറക്കാൻ കഴിയാത്ത വിധം ബന്ധിച്ചു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ക്യാഷ് കൗണ്ടർ തകർത്ത് വെറും 3 മിനിറ്റ് കൊണ്ട് കവർച്ച പൂർത്തിയാക്കി. കൗണ്ടറിൽ 47 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലും 15 ലക്ഷം രൂപ മാത്രമാണ് റിജോ എടുത്തത്. അന്വേഷണം വഴിതെറ്റിക്കാനായി കവർച്ച നടത്തുന്ന സമയം അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഈ കവർച്ച നടക്കുന്ന സമയം ബാങ്കിലെ ജീവനക്കാരിൽ ഒരാൾ ഉച്ചഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അകത്ത് ബന്ദിയാക്കപ്പെട്ടവർ ആദ്യം ഈ ജീവനക്കാരനെയാണ് വിളിച്ചത്. ഇത് റിജോ കേട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കണം 47 ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും വെറും 15 ലക്ഷം മാത്രം എടുത്ത് അയാൾ സ്ഥലം വിട്ടത്. റിജോയുടെ വീടും ബാങ്കും തമ്മിൽ വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ആ യാത്രയിൽ റോഡുകൾ മാറിയും ഇടറോഡുകൾ പരമാവധി ഉപയോഗിച്ചും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ റിജോ ശ്രമിച്ചു. ഇതുകൂടാതെ ആ യാത്രക്കിടയിൽ 3 തവണയാണ് റിജോ വസ്ത്രം മാറിയത്. കവർച്ചയ്ക്കായി പുറപ്പെടുന്നതിന് മുൻപ് ഊരിമാറ്റിയ സ്കൂട്ടറിന്റെ റിയർവ്യൂ മിറർ ഇതിനിടയിൽ തിരികെ ഘടിപ്പിച്ച് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും റിജോ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്യാനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ CCTV ക്യാമറ ഇല്ലെന്ന് അയാൾ ഉറപ്പാക്കി. ബാങ്കിലെ 4 CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് കവർച്ചയ്ക്ക് ശേഷം ബാങ്കിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യമാണ്. മറ്റൊന്ന് ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി മുറിയിലാക്കുന്നതും പിന്നീട് പണം കവർന്ന ശേഷം രക്ഷപ്പെടുന്നതുമാണ്. അതിൽ നിന്നൊന്നും മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്തതിനാൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസം റിജോയ്ക്കുണ്ടായിരുന്നു. നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചിരുന്നതിനാൽ നാട്ടുകാർക്കും സംശയം തോന്നിയില്ല. മോഷണത്തിന് ശേഷം സാധാരണ പോലെ നാട്ടുകാരോട് ഇടപഴകിയ അയാൾ മോഷണത്തെക്കുറിച്ച് നാട്ടുകാർ ചർച്ച ചെയ്തപ്പോൾ അതിലും സജീവമായി പങ്കെടുത്തു. തൊട്ടടുത്ത ദിവസം ഇയാളുടെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിലും ഇതേപ്പറ്റി പരാമർശമുണ്ടായപ്പോൾ കള്ളൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നാണ് തമാശ രൂപേണ റിജോ പറഞ്ഞത്. പ്രദേശത്താകെ പോലീസിനെ കണ്ട് യോഗത്തിനെത്തിയ വൈദികൻ ഇനി നിങ്ങളുടെ യൂണിറ്റിൽ ആരെങ്കിലും ആയിരിക്കുമോ പ്രതി എന്ന് ചോദിച്ചപ്പോൾ കള്ളൻ ഈ ഭാഗത്ത് ഉണ്ടാവില്ല എന്നാണ് റിജോ പറഞ്ഞത്. ഒടുവിൽ അന്ന് തന്നെ റിജോയെ തേടി പോലീസ് എത്തിയപ്പോൾ നാട്ടുകാർ ഞെട്ടിയതുപോലെ തന്നെ റിജോയും ഞെട്ടി. കാരണം അത്രയ്ക്കും വ്യക്തമായ പ്ലാനിംഗ് ആയിരുന്നു ഈ കവർച്ചയ്ക്ക് വേണ്ടി റിജോ നടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ റിജോ ഇത്ര കൃത്യമായ പ്ലാനിംഗ് നടത്തിയിട്ടും തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൃത്യം ചെയ്തിട്ടും എങ്ങനെയാണ് വെറും 3 ദിവസം കൊണ്ട് കേരള പോലീസ് പ്രതിയിലേക്ക് എത്തിയത്? അന്വേഷണത്തിൽ നിരവധി പ്രതിബന്ധങ്ങൾ നേരിട്ടെങ്കിലും കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മികച്ചൊരു ഉദാഹരണമായി മാറി ഈ കേസ്. പ്രതി വെറും 3 മിനിറ്റ് കൊണ്ടാണ് കവർച്ച നടത്തി മടങ്ങിയത്. അകത്ത് ബന്ദിയാക്കപ്പെട്ട ജീവനക്കാരാവട്ടെ ആദ്യം വിളിച്ചത് പോലീസിനെ ആയിരുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിനായി പുറത്തേക്ക് പോയൊരു ജീവനക്കാരനെയാണ് അവർ ആദ്യം വിളിച്ചത്. പ്രതി രക്ഷപ്പെട്ട് 8 മിനിറ്റിന് ശേഷമാണ് പോലീസിന് കോളെത്തുന്നത്. ഒരുപക്ഷെ ആ ജീവനക്കാരന് പകരം ആദ്യം പോലീസിനെയാണ് അറിയിച്ചിരുന്നതെങ്കിൽ റോഡുകൾ അടച്ച് പ്രതിയെ പിടികൂടാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ അതുണ്ടാവാഞ്ഞതോടെ ആ വഴി പോലീസിന് മുന്നിൽ അടഞ്ഞു. ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രവും മങ്കി ക്യാപ്പും അതിനു മുകളിൽ ഹെൽമെറ്റും ഗ്ലൗസും ഒക്കെ ധരിച്ചാണ് പ്രതി എത്തിയത്. വിരലടയാളങ്ങൾ ഒന്നും തന്നെ അവശേഷിപ്പിച്ചിരുന്നില്ല. ബാങ്കിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നൊന്നും പ്രതിയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. വസ്ത്രങ്ങൾ തുടരെ മാറ്റിയും സ്കൂട്ടറിന് രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചും ഇടറോഡുകൾ മാറി മാറി ഉപയോഗിച്ചുമൊക്കെ പോലീസിന്റെ വഴി തിരിച്ചുവിടാൻ പ്രതി ശ്രമിച്ചു. കവർച്ചയ്ക്കിടെ മോഷ്ടാവ് ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് ബാങ്ക് ജീവനക്കാർ മൊഴി നൽകിയിരുന്നെങ്കിലും അത് തങ്ങളുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് പോലീസ് സംശയിച്ചു. 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തി മടങ്ങണമെങ്കിൽ ബാങ്കിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രതി മലയാളി ആയിരിക്കാമെന്ന് പോലീസ് ഊഹിച്ചു. പോലീസ് CCTV ദൃശ്യങ്ങൾ അരിച്ചുപിറക്കി. ബാങ്കിലെ മാത്രമല്ല റോഡുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു. ഏകദേശം 500ഓളം ദൃശ്യങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് പോലീസ് പരിശോധിച്ചത്.
കൊടകരയിൽ നിന്ന് കൃത്യത്തിനു ശേഷം പ്രതി ജാക്കറ്റ് ധരിച്ചു പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും റിജോയെ ചതിച്ചത് ഷൂസാണ്. യാത്രക്കിടയിൽ 3 തവണ വസ്ത്രം മാറിയെങ്കിലും ഷൂസ് റിജോ മാറിയിരുന്നില്ല. ഇതോടെ റിജോയുടെ വീടിന്റെ 300 മീറ്റർ അകലെ വരെ CCTVയിൽ പ്രതിയെ പിന്തുടരാൻ പോലീസിനായി. എന്നാൽ അതിനുശേഷം മറ്റ് CCTVകളിലൊന്നും പ്രതി പതിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ആ പ്രദേശത്തുള്ള ഒരാളായിരിക്കണം പ്രതിയെന്ന് പോലീസിന് സംശയം തോന്നി. അതോടെ CCTV ദൃശ്യങ്ങളുമായി പോലീസ് ആശാരിപ്പാറയിലെ നാട്ടുകാരെ സമീപിച്ചു. ഇതിനിടെ റിജോയുടെ അയൽക്കാരിയായ വീട്ടമ്മയാണ് നിർണായക വിവരം പോലീസിന് നൽകിയത്. CCTV ദൃശ്യങ്ങളിലുള്ളയാൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ഇത് നമ്മുടെ റിജോയെ പോലെ ഉണ്ടല്ലോ എന്ന് അവർ മൊഴി നൽകി. ദൃശ്യത്തിൽ കണ്ടതിന് സമാനമായൊരു സ്കൂട്ടർ റിജോയ്ക്കുമുണ്ടെന്ന് വീട്ടമ്മ പറഞ്ഞു. അങ്ങനെ റിജോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ പോലീസ് അയാളിലേക്ക് എത്തുകയായിരുന്നു. റിജോയുടെ വീട്ടിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും ഷൂസും പോലീസ് കണ്ടെത്തി. തന്നെ ഒരിക്കലും പോലീസ് കണ്ടെത്തില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലിരുന്ന റിജോയ്ക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. മദ്യപിച്ച് ധാരാളം പണം കളയുന്ന ആളായിരുന്നു റിജോ. അതുതന്നെയാണ് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാവാനും കാരണം. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച റിജോ തനിക്ക് ആവശ്യമുള്ള പണം മാത്രമാണ് താൻ ബാങ്കിൽ നിന്ന് എടുത്തതെന്ന് പോലീസിനോട് പറഞ്ഞു. അതിനാലാണ് കൗണ്ടറിലുള്ള പണം മുഴുവൻ എടുക്കാതിരുന്നത്. ബാങ്ക് മാനേജർ ഒരു മണ്ടനായിരുന്നുവെന്നും അയാൾ എതിർത്തിരുന്നുവെങ്കിൽ താൻ ഈ മോഷണം നടത്തുമായിരുന്നില്ല എന്നും ഒരു വിചിത്രവാദവും അയാൾ നടത്തി. മോഷ്ടിച്ച പണത്തിൽ നിന്നും 2.9 ലക്ഷം രൂപ കടം വീട്ടാനായി അയാൾ ഉപയോഗിച്ചിരുന്നു. പണം കിട്ടിയ വ്യക്തി മോഷണ വിവരം പുറത്തു വന്നതോടെ ആ പണം പോലീസിനെ തിരികെ ഏൽപ്പിച്ചു. വെറും 3 മിനിറ്റ് കൊണ്ട് പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ഒടുവിൽ 3-ാം ദിനം അറസ്റ്റ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവലായി ഈ കേസ് മാറി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.